അതായത് ഇപ്പോൾ ഓരോ ദിവസവും വന്യമൃഗങ്ങൾ മനുഷ്യനെ ആക്രമിക്കുക എന്നുള്ള വാർത്തയല്ല നമ്മൾ കേൾക്കുന്നത്, പിടിച്ചുകൊണ്ടുപോയി തിന്നുക എന്ന വാർത്തയൊക്കെയാണ് കേൾക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ലേ? ഈ മൃഗങ്ങളെ മാത്രമാണോ സംരക്ഷിക്കുന്നത്? മനുഷ്യന് യാതൊരു സംരക്ഷണവും നൽകുന്നില്ലേ? ഓരോ ദിവസവും നമ്മൾ ഈ പറഞ്ഞ് ശീലിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന ഒരു ടേമിലാണ് ഈ തരത്തിലുള്ള ഡിസ്കഷനുകളെല്ലാം വരുന്നത്. ഈ സംഘർഷം എന്ന് പറയുമ്പോൾ അതില് രണ്ടു കൂട്ടർക്കും ഒരേപോലത്തെ ഒരു ഇൻവോൾവ്മെന്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ വേണം. അങ്ങനെയാണ് ഈ സംഘർഷം എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ഒരു പ്രയോഗം തന്നെ വളരെ കാലങ്ങൾക്ക് മുമ്പേ മാറ്റി കളയേണ്ട ഒരു കാലത്താണ് നമ്മൾ. ഈ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന ഒരു കാര്യം സത്യത്തിൽ ഇല്ല, വന്യജീവി ആക്രമണമാണ്. അത് വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ മനുഷ്യനെ കൊന്നു തിന്നു എന്നൊക്കെയാണ് പറയുന്നത്. കടുവ പിടിച്ച് മനുഷ്യനെ കൊന്നു തിന്നു, പുലി പിടിച്ച് മനുഷ്യനെ കൊന്നു തിന്നു എന്നൊക്കെയാ പറയണത്. സത്യത്തിൽ കൊന്നു തിന്നുകയല്ല, തിന്നുകൊണ്ട് കൊല്ലുകയാണ്. അത് ഒരു സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുമോ എന്ന് നമുക്കറിയില്ല. ഇപ്പോ ഈ കുറച്ചു നാൾ മുമ്പ് നിലമ്പൂരില് കടുവ പിടിച്ച് മനുഷ്യൻ മരിക്കുമ്പോഴും, ഇല്ലെങ്കിൽ വയനാട്ടില് കടുവ മനുഷ്യനെ കടിച്ചു തിന്നുമ്പോഴും, ഇപ്പോ ഈ ഏറ്റവും അടുത്ത് ഇന്നലെ വളരെ ദാരുണമായ ഒരു രംഗം വാൽപ്പാറയില് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെയാണ് പുലി പിടിച്ചു കൊണ്ടുപോയിട്ട് പുലി തിന്നുന്നത്. ആ മാതാപിതാക്കളുടെ, ആ നാട്ടിലുള്ളവരെ, ചുറ്റുവട്ടവും താമസിക്കുന്നവരുടെ, ഇത് കേൾക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അത്ര പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിസ്സഹായരാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഈ കുറച്ചു ദിവസം മുമ്പാണ് ഇവിടെ മലമ്പുഴയില്, അതായത് ഒരു വീടിന്റെ വാതില് പുലി വന്ന് വലിച്ച് പൊളിച്ച് ആ വീടിന്റെ അകത്ത് കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ ഒരു പെറ്റ് ഡോഗ്, വളരെ താല്പര്യപൂർവ്വം കൊണ്ടു നടന്ന ആ ഒരു നായ്ക്കുട്ടിയെ പുലി എടുത്തുകൊണ്ട് പോയി. അപ്പൊ നമ്മളെല്ലാം ആശ്വസിച്ചത് ഈ നായ്ക്കുട്ടിയെ പുലി എടുത്തുകൊണ്ട് പോയുള്ളല്ലോ എന്നാണ്. പക്ഷെ ഇന്നലത്തെ വാർത്ത കേൾക്കുമ്പോൾ ഈ പ്രദേശത്ത് മലമ്പുഴയിലുള്ള ഈ മനുഷ്യരൊക്കെ വളരെയേറെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ നായ്ക്കുട്ടിയാണ് എടുത്തിട്ട് പോയാൽ ഇന്ന് ആ പുലി വരുമ്പോ ഇനി ആരെ എടുത്തിട്ട് പോകുമെന്നുള്ള കാര്യം. സ്വന്തം വീട്ടുമുറ്റത്ത്, വീടിന്റെ അകത്ത് പോലും നമ്മളുടെ കുട്ടികളോ മനുഷ്യരോ ഒട്ടും സുരക്ഷിതരല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു റോജി, നമ്മളൊക്കെ തന്നെ ഇതേ ഫ്ലോറിലൊക്കെ എത്ര പ്രാവശ്യം വളരെയേറെ ആശങ്കയോടുകൂടി ഈ വിഷയം അങ്ങനെ ചർച്ച ചെയ്തു തുടങ്ങുന്നു, എന്നിട്ടും ഒരു റിസൾട്ടും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു വലിയ ദയനീയതയാണ്. തീർച്ചയായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ ഈ നായാട്ട് എന്ന് പറയുന്നത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇലക്ഷന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നായാട്ട ഒരു പരിഹാരമായി മാറുമോ? അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതൊരു സ്റ്റണ്ട് മാത്രമാണോ? നായാട്ട് നടത്തിക്കോ, നിങ്ങൾ ഈ പന്നികളെ പിടിച്ചോ എന്നൊക്കെ പറയുന്ന ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമായി അവശേഷിക്കുകയാണോ? ഈ നായാട്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ നമുക്ക് വളരെ പെട്ടെന്ന് ഈ കേൾക്കുന്ന സാധാരണ ഈ പീഡിതരായിട്ടുള്ള ഈ കർഷകർക്കും കർഷക സമൂഹത്തിനും ഒക്കെ ഒരു സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതായത് നായാട്ട് നടത്താനുള്ള പെർമിഷൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ അടുത്ത് ചോദിച്ചു, കേന്ദ്രം അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന കാര്യത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ഏതെങ്കിലും ഒരു PR ഏജൻസി മുഖ്യമന്ത്രിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ മുഖ്യമന്ത്രിക്ക് ഇത്രയും കാര്യങ്ങളിലൊക്കെ ചോദിച്ച് ഇങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ട് എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ഏതെങ്കിലും PR ഏജൻസി പറഞ്ഞിട്ടുണ്ടാവും ദിസ് ഈസ് ദ റൈറ്റ് ടൈം, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ലെറ്റർ കേന്ദ്രത്തിലേക്ക് അയക്കൂ എന്ന് ഏതെങ്കിലും ഒരു PR ഏജൻസി പറഞ്ഞതിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഇത്. പക്ഷെ ഈ PR ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള PR വർക്കുകൾ ചെയ്യുന്നത് അവർക്ക് ഇതിന്റെ ഫീസ് കിട്ടുന്നു എന്നുള്ള ഒരു കാര്യം അല്ല. മനുഷ്യരുടെ നീറുന്ന പ്രശ്നത്തിലൊന്നും ഡയറക്റ്റ് ഇൻവോൾവ് ആകാനായിട്ട് ഒരു PR ഏജൻസിയും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ നായാട്ട് നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് ചിന്തിച്ച, ഇല്ലെങ്കിൽ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ച മുഖ്യമന്ത്രിയുടെ ചിന്തയെക്കുറിച്ച് വളരെ പരിതാപം എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് കഴിയുന്നുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംസ്ഥാന സർക്കാരോ ഇല്ലെങ്കിൽ ഒരു സംസ്ഥാനമോ കേന്ദ്രത്തിന്റെ അടുത്ത് നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നായാട്ട് നടത്താൻ പെർമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പെർമിഷൻ കൊടുക്കില്ല എന്ന് ഈ പെർമിഷന് വേണ്ടി കത്തെഴുതിയ മുഖ്യമന്ത്രിക്ക് അറിയാം, അത് ചോദിച്ച വ്യക്തിക്ക് അറിയാം, ഇത് കേൾക്കുന്ന ഇവിടുത്തെ ഏറ്റവും സാധാരണമായ കൃഷിപ്പണി ചെയ്യുന്ന കർഷകന് വരെയും അറിയാം ഇങ്ങനെ ഒരു പെർമിഷൻ കിട്ടാൻ പോകുന്നില്ല എന്ന്. കാരണം എന്താ, ഈ പറയുന്ന ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വേണമെന്നാണ് ഇത്രയും കാലം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ 2022 ഇത് ഭേദഗതി ചെയ്തുവെന്നും 2023 ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു എന്നുമുള്ള ഒരു വാസ്തവം ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, അത് ആളുകളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നില്ല. ആ നിയമ ഭേദഗതിയിൽ എന്താ പറഞ്ഞിരിക്കുക,
ആ നിയമ ഭേദഗതിയിൽ സെക്ഷൻ 21 തന്നെ പറഞ്ഞിരിക്കുന്നു, ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന ഏതെങ്കിലും ഒരു മൃഗമുണ്ടെങ്കിൽ ആ മൃഗത്തെ ഇമ്മീഡിയറ്റ് വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാൻ വേണ്ടിയിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്, അത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് ഇല്ലെങ്കിൽ അയാള് ഏൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥന് പെർമിഷൻ ഓൾറെഡി ഉണ്ട്, നിലവിലുള്ള നിയമത്തിൽ തന്നെയുണ്ട്. അങ്ങനെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമത്തിൽ പ്രൊവിഷൻ ഉള്ള സമയത്ത് പിന്നെ എന്തിനാ നായാട്ടിന് വേണ്ടി ചോദിക്കുന്നത്? മനുഷ്യനും ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? മനുഷ്യനെ തിന്നുന്ന കടുവ, മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്ന ആന, മനുഷ്യന്റെ കൃഷി നശിപ്പിക്കുന്ന പന്നിയില്ല, അതുപോലുള്ള മറ്റു മൃഗങ്ങൾ. ഈ മൃഗങ്ങൾ മനുഷ്യന്റെ ജീവനും സ്വത്തിനും നാശം വരുത്തുന്നു എന്നുള്ള ഒറ്റ കണ്ടെത്തൽ മാത്രം മതി. അപ്പോ ഇവിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താ? അതിന് ദീർഘമായിട്ടുള്ള SOP ഉണ്ട് എന്ന് പറയുന്നത്. ഈ SOP ഇടുക്കിയില് ഈ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാമെന്ന കടുവയുടെ കാര്യത്തില് അവർ നോക്കിയില്ലല്ലോ. അവിടെ ഒരു SOP ഉണ്ടായിരുന്നല്ലോ, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയില് കയ്യിലുള്ള നിറതൊക്കെ എടുത്ത് അപ്പോൾ തന്നെ നിറയൊഴിച്ച് കടുവയെ കൊല്ലുവല്ലേ ചെയ്തേ. SOP ഒക്കെ രണ്ടാമത് വരുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അതുള്ളത് കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ട് ആളുകളുടെ കണ്ണിൽ വെറുതെ പൊടി. ഇതൊക്കെ ഒരു എലക്ഷൻ സ്റ്റണ്ട് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് യാതൊരു കാര്യവുമില്ല. ഈ കർഷകന്റെ, പ്രത്യേകിച്ച് മലയോര ജനതയുടെ, അരികുവാസികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും വനം വകുപ്പും നിലവിലുള്ള നിയമത്തിന്റെ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു കാര്യത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇവർക്കൊരു വലിയൊരു റിലീഫ് കിട്ടും. നിലവിലുള്ള നിയമത്തിന്റെ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ വന്യമൃഗ ആക്രമണ മരണങ്ങള് സർക്കാരിന്, വനം വകുപ്പിന് ധനസഹായമാകുന്നു അല്ലെങ്കിൽ അവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നെല്ലാം പറയപ്പെടുന്നുണ്ട്. അതിൽ എത്രത്തോളം ശരിയുണ്ട്? ഇത് പറയാനുള്ള ഒരു വലിയ ധൈര്യം നിങ്ങൾ കാണിച്ചതിന് നിങ്ങളെ ഞാൻ ആദ്യമേ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഇവിടുത്തെ എല്ലാ കർഷകരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിലവിലുള്ള വന്യജീവി ആക്രമണം കൊണ്ട് മെച്ചമുണ്ടാകുന്ന ഒറ്റ വകുപ്പേ ഉള്ളൂ, അത് കേരളത്തിലെ വനം വകുപ്പ് മാത്രമാണ്. അതെങ്ങനെയാണെന്ന് പറയാം. ഒരു വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് 24 ലക്ഷം രൂപ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ അനന്തരാവകാശികൾക്ക് ലഭിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിയമം ഉണ്ടായിരുന്നു. അത് കേന്ദ്രം കൊടുക്കുന്ന 10 ലക്ഷം രൂപയും കേരളം കൊടുക്കുന്ന 10 ലക്ഷം രൂപയും ഇത് സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് കൊടുക്കുന്ന 4 ലക്ഷം രൂപയും, അങ്ങനെയാണ് 24 ലക്ഷം രൂപ ഉണ്ടായിരുന്നത്. പക്ഷേ കേരളം എന്ത് ചെയ്തു? കേരളം കേന്ദ്രം കൊടുക്കുന്ന അത് കേന്ദ്രത്തിന്റെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ എലിഫന്റ് പ്രൊജക്റ്റിൽ നിന്നും ടൈഗർ പ്രൊജക്റ്റിൽ നിന്നും പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കൊടുത്തിരുന്ന എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ കേരളം കൊടുക്കുന്ന 10 ലക്ഷം രൂപയെ അവിടെ നിർത്തിയിട്ട് എന്ത് പറ്റി? കേന്ദ്രത്തിന്റെ 10 ലക്ഷം രൂപ മാത്രം എടുത്ത് കൊടുക്കുന്നു. ആദ്യം 5 ലക്ഷം രൂപ കൊടുക്കുന്നു 24 മണിക്കൂറിനുള്ളിൽ. പിന്നീട് അവരുടെ റിലേഷൻ സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഹാജരാക്കുന്നതിനനുസരിച്ച് ബാക്കി 5 ലക്ഷം രൂപ കൊടുക്കുന്നു. ഇതായിരുന്നു പതിവ് എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിന് 10 ലക്ഷം രൂപ കേരളം കൊടുക്കാതെ ഇരുന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതിനുശേഷം ഇതിനെ എന്ത് ചെയ്തു? സംസ്ഥാന ദുരന്തമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 4 ലക്ഷം രൂപ നിലവിലുള്ള നിയമത്തിന്റെ പ്രൊവിഷൻ ഉപയോഗിച്ച് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു? കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കുന്ന 10 ലക്ഷം രൂപയില് ഈ 6 ലക്ഷം രൂപ കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കുന്ന എമൗണ്ട് എടുത്തു കൊടുക്കുകയും 4 ലക്ഷം ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി കൊടുക്കുകയും ചെയ്തപ്പോ ഇവിടുത്തെ വനം വകുപ്പിന് 4 ലക്ഷം രൂപ ബാലൻസ് വന്നു. ആ 4 ലക്ഷം രൂപ ആരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് കർഷകർക്ക് അറിയുന്നത് പോലെ അത് വനം വകുപ്പിന്റെ കയ്യിലാണ് ഇരിക്കുക. അപ്പൊ ഇവിടെ ഓരോ മരണങ്ങളും ഉണ്ടാകുമ്പോൾ സംസ്ഥാന വനം വകുപ്പിന് 4 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് കർഷകർ ഇവിടെ പറയുന്നത് ഓരോ മരണങ്ങളും വനം വകുപ്പ് ആഘോഷിക്കുന്നത്, ഇല്ല അവരെ സന്തോഷിപ്പിക്കുന്നത് ഈ 4 ലക്ഷം രൂപ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അച്ഛാ, ഈ 4 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാർ കൊടുക്കുന്ന നികുതി പണം തന്നെയല്ലേ? അപ്പൊ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ? അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, മരിക്കുന്നവര് മരിച്ചോട്ടെ എന്നുള്ള ഒരു കാര്യമാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇല്ല, സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. സംസ്ഥാന സർക്കാർ അങ്ങനെയുള്ള മരിക്കുന്ന ആളുകളെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് 10,000 രൂപ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് വലിയ ഈ മരിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ. 10,000 രൂപ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അതാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ കാര്യത്തിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ മുണ്ടൂര് അവിടെ ഒരു ആന ഒരാളെ ചവിട്ടിക്കൊന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നത് വനപ്രദേശത്തോട് അടുത്ത സ്ഥലം എന്നാണ് പറയുക. ഞങ്ങൾ ആ പ്രദേശത്ത് പോയതാണ്, അവിടുത്തെ ആളുകളെ കണ്ടതാണ്, പലപ്പോഴും ഞങ്ങൾ അവിടെ പോകുന്നതാണ്. അവിടെ എന്ന് പറയുന്നത് ഒരു കോളനി പോലെയാണ്, ചുറ്റും വീടുകളാണ്. അങ്ങനെയുള്ള വളരെ ജനനിബിഡമായ ഒരു സ്ഥലമാണ്. അവിടെ സ്വന്തം വീട്ടിൽ നിന്ന് ആ വാഷ്റൂമിലേക്ക് പോകാൻ വേണ്ടി വീടിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് അവിടേക്ക് രാത്രിയിൽ ഇറങ്ങിയ ഒരു മധ്യവയസ്കനെയാണ് ആന പിടിച്ച്, ആന മുറ്റത്ത് പതുങ്ങി നിൽക്കുകയാണ്.
ആന വന്ന് പിടിച്ച് അവരുടെ തന്നെ അലക്കുകല്ലിൽ അടിച്ചു കൊല്ലുന്ന ഒരവസ്ഥയുണ്ടായത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടുത്തെ ആളുകൾക്കൊക്കെ പ്രതിഷേധമുണ്ട്. പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടിക്കാർ അവരെ കണ്ണുരുട്ടി കാണിക്കുകയാണ്, നിങ്ങളൊരു വാക്ക് മിണ്ടാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ പ്രതിഷേധമൊക്കെ അവരുടെ തൊണ്ടക്കുഴിയിൽ കുടുങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത്, ഇതേ രീതിയിലുള്ള സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് പ്രതിഷേധിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മനുഷ്യരായി ഇവരിങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ ഈ പറയുന്ന ഈ രാഷ്ട്രീയ അടിമത്തം ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എന്ന് അവസാനിപ്പിക്കുന്നോ അന്ന് മാത്രമേ ഈ ആളുകൾക്ക് അതിജീവനമുള്ളൂ. അത് എല്ലാ കാലത്തും ഞങ്ങളെ പോലെയുള്ള കർഷക പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിക്കണം. ഇവിടെ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരുണ്ട്, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുണ്ട്. ഈ സർക്കാരുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് വേറെ രീതിയിലുള്ള ഓഡിറ്റിംഗ് ഒന്നും ആവശ്യമില്ല. അവര് പൂർണ്ണ പരാജയമാണെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അതും ഈ കാട്ടിലുള്ള മൃഗങ്ങൾ വന്നിട്ട് ഇവിടുത്തെ മനുഷ്യരെ കൊണ്ടുപോയി തിന്നുന്ന, ഈ വന്യമൃഗങ്ങൾക്ക് ഇരയാകുന്ന ഭക്ഷണമാകുന്ന ഒരു കാര്യത്തിലേക്ക് ഈ പറയുന്ന രീതിയിലുള്ള മനുഷ്യർ മാറുന്നുണ്ടെങ്കിൽ അത് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ ഏറ്റവും തികഞ്ഞ പരാജയത്തിന്റെ ഉത്തമ ഉദാഹരണമാണെന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. തീർച്ചയായും അച്ഛൻ പറഞ്ഞ 2 പോയിന്റുകൾ, എല്ലാ പോയിന്റുകളും പ്രധാനമാണ്. എന്നാൽ കൂടി പെട്ടെന്ന് തോന്നുന്ന 2 പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, വന്യമൃഗങ്ങൾ മനുഷ്യനെ കൊന്നു തിന്നുകയല്ല തിന്നുകൊല്ലുകയാണ് എന്ന വലിയൊരു കാര്യം, വലിയൊരു ടേക്കാണ് അച്ഛൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 4 ലക്ഷം രൂപയുടെ കാര്യം, ഒരാൾ പോലും സംസാരിക്കാൻ മടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് നാളെ ചർച്ചയാവട്ടെ, എല്ലാവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നതിന് വളരെയേറെ നന്ദി.